ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ ടേസ്റ്റി സ്പൂണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് മുരിങ്ങയ്ക്കയും പച്ചമാങ്ങയും കൂടി ഇട്ട കൊഞ്ച് കറിയാണ്. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: കൊഞ്ച് ക്ലീൻ ചെയ്തെടുത്തത് 500 ഗ്രാം, സവാള ഒരെണ്ണം ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് 5 എണ്ണം, ചെറിയ ഉള്ളി 10 എണ്ണം, പച്ചമാങ്ങ 1 എണ്ണം, മുരിങ്ങയ്ക്കായ 3 എണ്ണം, തക്കാളി 2 എണ്ണം, ഉപ്പ് 1.5 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ, തേങ്ങാപ്പാൽ 1 കപ്പ്. ആദ്യമായി നമ്മൾ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാൻ നല്ലവണ്ണം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്യുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും റോ സ്മെല്ലൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ നിറം ആകുന്നിടം വരെ വഴറ്റിയെടുക്കുക. അടുത്തതായി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ആഡ് ചെയ്യുക. പിന്നീട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ആഡ് ചെയ്യുക. ഉള്ളി ഒക്കെ ഒന്ന് വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്യുക. പിന്നീട് കറിവേപ്പില ഇതിലേക്ക് ആഡ് ചെയ്യുക. ഉള്ളി നല്ലവണ്ണം വഴന്ന് കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇനിയും ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. ഈ സമയം കൊണ്ട് നമ്മുടെ ടൊമാറ്റോ വെന്ത് നല്ല മസാലയിൽ ചേർന്ന് കിട്ടും. അതിനുശേഷം ഇതിലേക്ക് നമ്മുടെ മസാലകൾ ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. ആദ്യമേ തന്നെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം. ഇത് നമ്മൾ കാശ്മീരി മുളകും നോർമൽ മുളകും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചെടുത്തതാണ്. അതിനുശേഷം 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം 1 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മളുടെ മസാലകളൊക്കെ ഒന്ന് മൂത്ത് ഒരു നല്ല റെഡിയായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1/2 കിലോളം വരുന്ന കൊഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്കയുടെ പീസുകളും
മാങ്ങയുടെ പീസുകളും ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇതിലേക്ക് ഒരു 1.5 കപ്പ് ചൂടുവെള്ളം ആഡ് ചെയ്യുക. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ഒരു 10 to 15 മിനിറ്റ്സ് വേവിക്കുക. നമ്മൾ കൊഞ്ച് കറി വെക്കുമ്പോൾ കൊഞ്ച് അധികം വെന്ത് പോകാതെ ശ്രദ്ധിക്കുക. കാര്യം അധികം വെന്ത് പോയാൽ നമ്മുടെ കൊഞ്ച് റബ്ബർ മാതിരി ആയി മാറും. ഇപ്പം നമ്മുടെ കൊഞ്ച് കറി ഏകദേശം 10-12 മിനിറ്റ് വെന്തിട്ടുണ്ട്. ഇനിയും നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിക്കുക. ചൂടിൽ തന്നെ 2-3 മിനിറ്റ് ഇത് അടച്ചു വയ്ക്കുക. ഈ സമയം നമുക്ക് ഇതിലേക്ക് ഉള്ള കടുക് താളിക്കാം. അതിനായി ഒരു ഫ്രൈ പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ഇടുക. കടുക് ഒന്ന് പൊട്ടി ഉലുവയുടെ കളർ ബ്രൗൺ ആകുമ്പോൾ അതിലേക്ക് ചെറിയുള്ളി, വറ്റൽമുളക്, കറിവേപ്പില എന്നിവയിട്ട് വഴറ്റുക. എല്ലാം ഒരു നല്ല ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മുടെ കറിയിലേക്ക് താളിക്കുക. ഫൈനലി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ മുരിങ്ങയ്ക്ക മാങ്ങ ഇട്ട കൊഞ്ച് കറി റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ദയവായി നിങ്ങളുടെ ഫീഡ്ബാക്സുകൾ താഴെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.